നമസ്കാരം. ഹിന്ദു ഹൃദയഭൂമികയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്ത് നിർത്തുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. 2000 മുതൽ തുടർച്ചയായ 24 വർഷം ഇവിടെ ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക്കാണ് ഭരിക്കുന്നത്. 2000-ൽ BJPക്കൊപ്പം സഖ്യം ചേർന്ന് ഒഡീഷ പിടിച്ച നവീൻ പട്നായിക് 2009-ൽ BJPയുമായി സഖ്യം പിരിഞ്ഞിട്ടും ഇവിടെ ജയിച്ചു കയറി. 2014-ലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലും ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പട്നായിക് വൻ വിജയം നേടി. ഒഡീഷയിലെ 21 ലോക്സഭാ സീറ്റുകളിൽ 20ഉം 147 നിയമസഭാ സീറ്റുകളിൽ 117ഉം പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ നേടി. 2019-ൽ രാജ്യത്തുടനീളം ശക്തമായ BJP തരംഗമുണ്ടായിട്ടും ഒഡീഷയിലെ നിയമസഭയിലെ 146-ൽ 112 സീറ്റുകളിലും 21 അംഗ ലോക്സഭയിൽ 12 സീറ്റുകളിലും നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ ബിജു ജനതാദൾ വിജയിച്ചു. ജ്യോതി ബസുവിന് ശേഷം ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ നേതാവാണ് നവീൻ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ അധികായനെ എന്ത് വില കൊടുത്തും ഒതുക്കുക എന്നതാണ് മോദി അമിത്ഷാ ടീം ലക്ഷ്യമിടുന്നത്. അതിന് അവർ ഇത്തവണ പുറത്തെടുക്കുന്നതാവട്ടെ ശക്തമായ മണ്ണിൻ്റെ മക്കൾ വാദമാണ്. വയസ്സ് 78-ലേക്ക് കടന്നതോടെ പട്നായിക് കടുത്ത അനാരോഗ്യത്തിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായ VK പാണ്ഡ്യൻ്റെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറുന്ന പട്നായിക്കിൻ്റെ ചിത്രങ്ങളാണ് BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. പട്നായിക്കിൻ്റെ അനാരോഗ്യം കാരണം ഈ തമിഴനാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നും BJP അധികാരത്തിലേറിയാൽ ഒഡിയ ഭാഷ സംസാരിക്കുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്നും പറയുന്നത് പ്രാദേശിക നേതാക്കളല്ല, മോദിയും അമിത്ഷായും ഒക്കെയാണ്. പട്നായിക്കിൻ്റെ ആരോഗ്യ തകർച്ചയ്ക്ക് പിന്നിൽ പാണ്ഡ്യനാണെന്നും അവർ ആരോപിക്കുന്നു. ഒഡിയ അസ്മിത വിഷയം ഉയർത്തിക്കാട്ടി മണ്ണിൻ്റെ മക്കൾ വാദം ഉയർത്തിയാണ് BJPയുടെ പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിട്ടത് ഇതേ വിഷയമാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈയിടെയായി നവീൻ ബാബുവിൻ്റെ അഭ്യുദയകാംക്ഷികൾ വളരെ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം വഷളായതാണെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ കാണുമ്പോഴെല്ലാം നവീൻ ബാബുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നതാണ്. ഇനി നവീൻ ബാബുവിനെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലെന്നാണ് അവർ പറയുന്നത്. പലരും വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണെന്നും മോദി പറഞ്ഞു. നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതറിയാനുള്ള അവകാശം ഒഡീഷയിലെ ജനങ്ങൾക്കുണ്ടെന്ന് മോദി പറഞ്ഞു. ഇനി നവീൻ ബാബുവിനെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലെന്നാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് അധികാരം ആസ്വദിക്കുന്ന ഒഡീഷയിലെ ലോബികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദുരൂഹത പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും അതിനാൽ ജൂൺ 10-ന് ഒഡീഷയിൽ BJP സർക്കാർ രൂപീകരിച്ച ശേഷം ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. നവീൻ പട്നായിക്കിനും അദ്ദേഹത്തിന്റെ അടുത്ത സഹായി VK പാണ്ഡ്യനുമെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആക്രമണം ശക്തമാക്കി. ഒഡീഷയിൽ മുഖ്യമന്ത്രിക്ക് പുറകിൽ നിന്ന് ഒരു തമിഴനാണോ സർക്കാരിനെ നയിക്കേണ്ടതെന്നതാണ് അമിത്ഷാ ചോദിക്കുന്നത്. ഒഡീഷയിൽ BJP സർക്കാർ ജയിച്ചാൽ ഒഡിയ സംസാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും ഷാ വ്യക്തമാക്കി. ഒഡീഷയിലെ ജനങ്ങൾ തങ്ങളുടെ അഭിമാനത്തിനായി അശോക ചക്രവർത്തിക്കെതിരെ ധീരമായി പോരാടി നിരവധി ജീവൻ ബലിയർപ്പിച്ചു. എന്നിട്ടും അവർ ഒരിക്കലും തലകുനിച്ചില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒഡീഷ മുഖ്യമന്ത്രി തമിഴ് മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെയധികം സഹിച്ചു. പക്ഷേ നിങ്ങളുടെ പേരിൽ ഈ ഉദ്യോഗസ്ഥനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഭദ്രക് ലോക്സഭാ മണ്ഡലത്തിലെ ചാദ്ബലിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷാ പറഞ്ഞു. ജൂൺ 4 വരൂ. നവീൻ ബാബു ഇനി മുഖ്യമന്ത്രിയായി തുടരില്ല. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാകും. ഒഡീഷയിലെ 14 ലോക്സഭാ സീറ്റുകളും 75 നിയമസഭാ മണ്ഡലങ്ങളും BJP നേടുമെന്നും ഷാ പറഞ്ഞു. അടുത്ത മുഖ്യമന്ത്രി ഒഡിയയിൽ പ്രാവീണ്യമുള്ളവനാണെന്നും സംസ്ഥാനത്തിൻ്റെ ഭാഷയും സംസ്കാരവും പാരമ്പര്യം മനസ്സിലാക്കുന്നവനാണെന്നും BJP ഉറപ്പാക്കുമെന്നും ഷാ പറഞ്ഞു. ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം BJD കൊള്ളയടിച്ചുവെന്നും BJP ആരോപിക്കുന്നു. ഒഡീഷയിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്തുമെന്നും BJD സർക്കാർ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്നും എല്ലാ റാലികളിലും മോദിയും അമിത്ഷായും പറയുന്നുണ്ട്.